ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചെറിയ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയ സ്കിൻ കെയർ പ്ലസ് സിമ്പിൾ മേക്കപ്പ് ലുക്ക് കാണിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബ് വെച്ചിട്ട് ഫേസ് ഒന്ന് റബ്ബ് ചെയ്യും. കാരണം നമ്മുടെ ഫേസിലുണ്ടാക്കുന്ന ഈ പഫ്നെസ് ഒക്കെ കുറയാനായിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് ഒരു കൂളിംഗ് എഫക്റ്റൊക്കെ തോന്നും ഫേസിൽ. രണ്ടാമത് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടാഹയയുടെ ഒരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഡ്രൈനെസ് ഒക്കെ ഉള്ള സ്കിന്ന് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഈ മോയ്സ്ചറൈസർ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തത് മൂന്നാമതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബെറി ബ്രൈറ്റിൻ്റെ സൺസ്ക്രീനാണ്. നമുക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് സൺസ്ക്രീൻ. കാരണം ഈ ഹാംഫുള്ളായിട്ടുള്ള UV റേസിലൊക്കെ നിന്നിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ എല്ലാവരും യൂസ് ചെയ്യണം. ഇത് നമ്മുടെ ടാനിങ്, സൺ ഡാമേജ്, പിഗ്മെൻറ്റേഷനൊക്കെ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഐബ്രോ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഐബ്രോ പെൻസിൽ വെച്ചാണ് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ഫോണിൽ നോക്കി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കണ്ണാടി നോക്കുന്നത്. അപ്പം രണ്ട് ഐബ്രോയും ഞാൻ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ പോർഷൻ നിന്നിട്ടും വേണം ഫില്ല് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഒരുമാതിരി കരി വരച്ചതുപോലെയൊക്കെ ഇരിക്കും. അടുത്തതായിട്ട് ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. അത് വെച്ചിട്ട് തന്നെ ബ്ലഷും ഐ ഷാഡോയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് തിരഞ്ഞു കിട്ടിയ ഒന്നാണ്. കാരണം എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്ന ഒരു ബ്രൗണിഷ് ഡസ്കി അങ്ങനത്തെ ഒരു സ്കിൻ ടോണാണ്. അപ്പം ഞാൻ ഇങ്ങനെ പണ്ട് പൊതുവെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഇടാറില്ലായിരുന്നു. പിന്നെ ഡാർക്കായിട്ടൊന്നും ലിപ്സ്റ്റിക് ഇടാറില്ലായിരുന്നു. കാരണം എൻ്റെ സ്കിൻ ടോണിന് മാച്ചാവുന്ന ഒരു ലിപ്സ്റ്റിക് എനിക്ക് കിട്ടിയിട്ടില്ല. റെഡ് അങ്ങനത്തെ ഷെയ്ഡൊന്നും എനിക്ക് ചേരില്ല. അങ്ങനെ തപ്പി പിടിച്ച് കിട്ടിയ ഒരു ഷെയ്ഡാണിത്. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇത് ബ്രൗണിഷ് ഡസ്കി സ്കിൻ ടോണിന് ഒരുപാട് ചേരും. എൻ്റെ സ്കിൻ ടോൺ അങ്ങനെയാണ്. അപ്പം അതുപോലെ ആ ടൈപ്പ് ഉള്ളവർക്കൊക്കെ ഒരുപാട് ചേരും. അടുത്തതായിട്ട് ഞാൻ ഡാസ്ലർ വെച്ചൊന്ന് കണ്ണ് എഴുതി കൊടുക്കുകയാണ്. അപ്പോഴും ഞാൻ ഐലൈനർ വരയ്ക്കുന്ന സമയത്ത് ഒരെണ്ണം ഒരു സൈഡിലോട്ട് മറ്റേത് വേറൊരു സൈഡിലോട്ടാണ് ആവുന്നത്. ഇപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ടിട്ടാണ് ശരിയായത്. ലാസ്റ്റ് നമുക്ക് ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്.